അപ്പം നമ്മുടെ ഇനി കുറച്ച് വീഡിയോസിൽ നമ്മൾ നോക്കുന്നത് കേരള PSCയുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ 10th പ്രിലിംസിൻ്റെ എക്സാംസൊക്കെ ഇപ്പോൾ നടക്കുവാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ളി 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏത് ജില്ലയിലാണ് നമ്മുടെ കേരള കലാമണ്ഡലം? ഏതാണ്? അറിയാമെന്നുള്ളവർക്ക് അപ്പോൾ തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോക മനുഷ്യാവകാശ ദിനം. അറിയാവുന്നവർക്ക് വീണ്ടും ഉത്തരം പറയാം. ലോക മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് December 10. ഓക്കെ, December 10 ലോക മനുഷ്യാവകാശ ദിനം വരുന്നത്. ഇനി എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഇതിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആര്യഭട്ട. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാണ്ട് പോകരുത്. റിപ്പീറ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. അതുപോലെ ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് December 10. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ആര്യഭട്ട. ഓക്കെ, ഇനി എല്ലാവരും കേട്ടിട്ടുണ്ടാകും അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ അർജുന അവാർഡ്. അപ്പോൾ അർജുന അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കായികം. ഓക്കെ, കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടുവാണ്. കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഓക്കെ, ഇതെല്ലാവരും കമൻറ്റ് ചെയ്യണം. കേരളത്തിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്നുള്ളത്. ഓക്കെ, ഇനി ആറാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി ഇതൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ കേട്ടിട്ട് വളർന്നതാണ്. ആരാണ്? കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇലകളിൽ ആഹാരം ശേഖരിച്ച് വയ്ക്കുന്ന സസ്യം ഏതാണ്? ഇലകളിൽ ആഹാരം ശേഖരിച്ച് വയ്ക്കുന്ന സസ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കാബേജിലാണ് എന്ത് ചെയ്യുന്നത്? ഇലയിൽ അതിൻ്റെ ആഹാരം സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, ഇനി ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. എട്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? നമ്മുടെ രാമു കാര്യാട്ടാണ്. ആരാണ്? രാമു കാര്യാട്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? രാമു കാര്യാട്ട. അപ്പം നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്നുള്ളതാണ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ കേരളത്തിലെ ഏത് ജില്ലയിലാണ് യക്ഷഗാനം കേട്ടിട്ടുണ്ടാകും കുറച്ച് പേരെങ്കിലും. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്. ഈ യക്ഷഗാനം അങ്ങനത്തെ സാധനങ്ങൾ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തേക്കാണ്. സോ യക്ഷഗാനം വരുന്നത് നമ്മുടെ കാസർഗോഡാണ്. ഏതാണ്? കാസർഗോഡ്. അപ്പോൾ യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത് എവിടെയാണ്? കാസർഗോഡാണ്. ഇനി നമുക്ക് നെല്ലിക്ക, നിങ്ങൾ മിക്കവാറും കഴിക്കുന്നതായിരിക്കും അല്ലേ? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ. അപ്പം നമ്മൾ 10 ചോദ്യങ്ങൾ പഠിച്ചു. അതിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, അപ്പോൾ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂരാണ്. ലോക മനുഷ്യാവകാശ ദിനം എന്നാണ്? December 10 ലോക മനുഷ്യാവകാശ ദിനം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആര്യഭട്ട. അർജുന അവാർഡ് കായിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി കേളപ്പൻ. ഇനി ഇലകളിലെ ആഹാരം സ്റ്റോർ ചെയ്യുന്ന ശേഖരിച്ച് വയ്ക്കുന്ന സസ്യം ഏതാണ്? ക്യാബേജാണ്. ചെമ്മീൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് രാമു കാര്യാട്ടാണ്. യക്ഷഗാനം എവിടെയാണ്? കാസർഗോഡ് ജില്ലകളിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെൻ നെല്ലിക്കയിൽ അടങ്ങുന്ന വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. കേരള നിയമസഭയുടെ 22ാം സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ 22ാമത്തെ സ്പീക്കർ, അല്ലെങ്കിൽ ഇത് ഞാൻ പറയാം. കേരള നിയമസഭയുടെ 22ാം സ്പീക്കർ ആരാണ്? P.
ശ്രീരാമകൃഷ്ണൻ. ആരാണ്? ശ്രീരാമകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, കേരള നിയമസഭയുടെ 22ാമത്തെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സ്പീക്കർ ആരാന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. നാനോ കാർ കണ്ടിട്ടുണ്ടാവും. നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ടാറ്റയാണ് നാനോ കാർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. ഇനി കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല. ഓക്കെ, എന്താണ് നമ്മുടെ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. എവിടെയാണ്? ആലപ്പുഴ. അപ്പോൾ നമ്മൾ 13 ക്വസ്റ്റ്യൻസ് പഠിച്ചു. കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം അല്ലെങ്കിൽ ഏതാണ്? ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റഷ്യയാണ് ഏറ്റവും വലിയ രാഷ്ട്രം. ഓക്കെ, അപ്പം ചെമ്മീൻ എന്ന സിനിമയുടെ സംവിധാനകാരെന്ന് ചോദിച്ചാലാണ് നമ്മുടെ രാമു കാര്യാട്ടാണ്. യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരത്തിലുള്ള എവിടെയാണ്? കാസർഗോഡ് ജില്ലയാണ്. നെല്ലിക്കയിലുള്ള വിറ്റാമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഇനി കേരള നിയമസഭയുടെ 22ാമത്തെ സ്പീക്കറാണ് പി ശ്രീരാമകൃഷ്ണൻ. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ സ്പീക്കർ ആരാ? നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നാനോ കാർ ഏത് കമ്പനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ടാറ്റയാണ്. ഇനി കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം ഏതാണ്? റഷ്യയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മുടെ ബ്രഹ്മസമാജം, ആര്യസമാജം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജ സ്ഥാപകൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ, ആര്യസമാജ സ്ഥാപകൻ ആരാന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. അങ്ങനെയാണെങ്കിൽ ആര്യസമാജ സ്ഥാപകൻ ആരാന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു നാടകത്തിൻ്റെ പേരാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള നാടകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 25 വയസ്സാവണം. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്ര വയസ്സാണ്? ഇറ്റ് ഈസ് 25 വയസ്സ്. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 25 വയസ്സ്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലോകത്തിൻ്റെ എന്താണ്? പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്യൂബ. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ക്യൂബ. ഇനി ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ഏതാണ്? ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ. ആര്യസമാജ സ്ഥാപകൻ ആരായിരുന്നു? ബ്രഹ്മസമാജ സ്ഥാപകനാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ള നാടകത്തിന്റെ രചയിതാവ് ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 25 വയസ്സാണ്. പിന്നെ ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ക്യൂബയാണ്. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇനി 20ാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലെ എന്താണ്? കോളവിരുദ്ധ സമരത്തിലൂടെ ജനശ്രദ്ധ നേടിയ ആദിവാസി സമര നായിക ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മയിലമ്മ. ആരാണ്? മയിലമ്മയാണ്. എന്താണ്? കോളവിരുദ്ധ സമരത്തിലൂടെ ജനശ്രദ്ധ നേടിയ ഒരു ആദിവാസി സമര നായികയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മയിലമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.